നമസ്കാരം. എല്ലാ ദിവസവും പുതിയ പുതിയ വാർത്തകൾ കൊണ്ട് നമ്മളിങ്ങനെ ഉണരുകയാണ്. ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം മുസ്ലിം സമുദായത്തിൽ പലതരത്തിലുള്ള വിശ്വാസ ആചാരങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിൽ പലതരം കാഴ്ചപ്പാടുകളും അവരവരുടേതായ നിരീക്ഷണങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പുതിയ പുതിയ ചർച്ചകൾ കൊണ്ടുവരികയും ആ ചർച്ചകളിൽ ആശയക്കുഴപ്പത്തിലാകുന്ന അറിവില്ലാത്ത ധാരാളം ആളുകളെയും നമുക്ക് കാണാം. ഈ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽ ഒരുപാട് വിഭാഗങ്ങൾ ഓരോ പ്രസ്ഥാനങ്ങളായിട്ട് തന്നെയുണ്ട്. നമുക്കറിയാം, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, ഖാദിയാനി, തബ്ലീഗ്, ഷിയ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ രാജ്യത്തിലും ഓരോ രീതിയിലുള്ള സംസ്കാരങ്ങളും ആചാരങ്ങളും കൊണ്ടു നടക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ചിലർ പ്രബോധകന്മാരായിക്കൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി അവർ ദീനീ പ്രബോധനം നടത്തുന്നവരും, ചില ആളുകൾ സംവാദങ്ങളുമായി സ്റ്റേജ് പ്രോഗ്രാമുകൾ നടത്തി സംവാദിക്കുന്നവരും, അതുപോലെ തന്നെ മതപരമായ മതാചാര പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് ചില വിശേഷപ്പെട്ട ദിനങ്ങളിൽ വഅ്ള് എന്ന പേരിൽ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്ന പലതരത്തിലുള്ള പ്രബോധകന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഏകനായ ദൈവത്തിനോടുള്ള കാരുണ്യം പുലർത്തലാണ് മനുഷ്യൻ്റെ കടമ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ, ഏകനായ ദൈവം എന്ന് പറയുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന് പേരിട്ട് വിളിക്കുന്ന ഏകനായ ദൈവം, ഈ ഏകനായ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, അവനോടല്ലാതെ പ്രാർത്ഥന പാടില്ല, അവനിക്ക് പ്രാർത്ഥന പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒരു വിഭാഗത്തിനെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് സംസാരിക്കുമ്പോൾ താഴ്ത്തപ്പെടുന്ന കൂട്ടർ അവരുടേതായ ആശയങ്ങൾ വെച്ചുകൊണ്ട് മറ്റേ പാർട്ടിയെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള സംവാദങ്ങൾ നമ്മളൊക്കെ യൂട്യൂബ് അതുപോലെ ഫേസ്ബുക്കൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല അനുസരണയുള്ളവനായിട്ട് ജീവിതത്തിൽ മാറുക, ഒരു നല്ല മനുഷ്യസ്നേഹിയായി മാറുക. മനുഷ്യസ്നേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ സ്നേഹിക്കുന്ന, തൻ്റെ ഉള്ളിലുള്ള ദുർചിന്തകളെ മുഴുവനും പുറത്തു കളഞ്ഞുകൊണ്ട് തൻ്റെ ആത്മാവിനെ പരിശുദ്ധമാക്കുന്ന പ്രവൃത്തി കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ലോകം എങ്ങനെ എവിടെ നിന്ന് തുടങ്ങി എന്ന് വ്യക്തമാക്കാൻ പലർക്കും പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളാണുള്ളത്. ആദം നബിയെയും ഹവ്വയെയും കുറിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ പറയുമ്പോൾ ഹിന്ദുക്കൾ ബ്രഹ്മാവിനെയും അതുപോലെയുള്ള മറ്റിതര വിശ്വാസങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ട് ഈ മനുഷ്യരൊക്കെ കാണാത്ത ഒന്നിനെ കണ്ട പോലെ ചർച്ച ചെയ്യുകയാണ്. ഏകനായ അള്ളാഹു എന്ന് പറയുന്ന അള്ളാഹുവിനെ ഈ പറയുന്ന ആളുകൾ ആരും തന്നെ കണ്ടിട്ടില്ല. തങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിനു വേണ്ടി എന്ന് പറയുന്നവർ പോലും പരസഹായമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്തവരാണെന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം ദൈവം ഒന്നും നേരിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടില്ല. ദൈവം നമുക്ക് വേണ്ടതെല്ലാം ഈ ഭൂമിയിൽ പടച്ചിട്ടുണ്ട്.
നമുക്കുള്ള ബുദ്ധിയും നമ്മുടെ തിരിച്ചറിവുകളും കൊണ്ട് മറ്റിതര സഹായ അറിവുകൾ കൊണ്ടാണ് പലതും കണ്ടുപിടിക്കാനും അത് ഉപയോഗിക്കാനും അതുപോലെ തന്നെ അത് മറ്റിതര കച്ചവടങ്ങളും അതുപോലെയുള്ള പല കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള പരസ്പര സഹകരണങ്ങളിലൂടെയാണ്. ദൈവം വിത്ത് പാകി മുളപ്പിച്ചു. പക്ഷെ ആ മുളപ്പിച്ച ആ ധാന്യം എടുത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരറിവാണ് നമുക്കിടയിൽ നമ്മൾ പഠിച്ചെടുത്ത അറിവെന്ന് പറയുന്നത്. അത് ദൈവം ഇറങ്ങി നമ്മളാരെയും പഠിപ്പിച്ചു തന്നിട്ടില്ല. അതിനുവേണ്ടി മനുഷ്യനിക്ക് ബുദ്ധിയും ശക്തിയും ചിന്തിക്കാനുള്ള മനോബലവും ഒക്കെ കൊടുത്തു. അപ്പോൾ ഒരാളുടെ കാര്യം നടക്കുന്നത് മറ്റൊരാളിലൂടെയാണ് എന്ന് മനസ്സിലാക്കുക. ദൈവം അതിന് കാരണങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ആ കാരണങ്ങളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ കറാമത്ത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. കാരണം CM വലിയുല്ലാഹി എന്ന് പറയുന്ന കോഴിക്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന നരിക്കുനി എന്ന് പറയുന്ന ആ ദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന CM മടവൂർ എന്ന് അറിയപ്പെടുന്ന, മടവൂർ എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ പേരാണ്. ആ മടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് CM എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഇനിഷ്യൽ CM അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന പേര്, ആ മുസ്ലിയാർ പദവി അദ്ദേഹം ഉപേക്ഷിച്ചു. അദ്ദേഹം ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ, ദൈവത്തിൻ്റെ ചിന്താഗതികളിലൂടെ തൻ്റെ മനസ്സിനെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി ഒരു ആത്മീയ ചിന്താഗതി വരുത്തിക്കൊണ്ട് തൻ്റെ നാവിനെയും തൻ്റെ മനസ്സിനെയും സൂക്ഷ്മമായ ഒരു അന്തരീക്ഷത്തിലൂടെ കൊണ്ടുപോകാൻ അദ്ദേഹം വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. ആ പ്രയത്നയാത്രയിൽ അദ്ദേഹത്തിനെ കണ്ടുമുട്ടിയവർ രണ്ട് തരത്തിലാണ് അദ്ദേഹത്തിനെ മനസ്സിലാക്കിയത്. ഒന്ന്, അദ്ദേഹത്തിന് മാനസികപരമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്നും, മറ്റൊരു വിഭാഗം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിശ്വാസപരമായി കാണുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ട് എന്ന് ഓരോ അനുഭവങ്ങൾ കൊണ്ട് പഠിച്ച ഓരോ ആളുകളുമുണ്ട്. അതിൻ്റെ ഒരുപാട് അനുഭവ കഥകളാണ് ഇന്ന് കറാമത്തുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. കപ്പലിൻ്റെ കഥയും ഹെലികോപ്റ്ററിൻ്റെ കഥയും വിമാനത്തിൻ്റെ കഥയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി ഒരു ആധികാരികമായിട്ടുള്ള ഒരു ശൈലിയായിരുന്നു. അത് വേണ്ട, അത് ഞാൻ മാറ്റി, ഇങ്ങനെയൊക്കെയായിരുന്നു പറയാറുള്ളത്. ഒരു രോഗി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ആ രോഗിയെ നോക്കിയിട്ട് പറയും, അത് വേണ്ട, അത് ഞാൻ മാറ്റി, അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ അത് കേട്ട ഒരാൾ, അത് അവരുടെ ശൈലിയാണ്, അവരുടെ ആത്മസമർപ്പണം, അത് ഞാൻ മാറ്റി എന്ന് പറയുന്ന വാക്ക്. കാരണം നമ്മുടെ വീട്ടിലൊരു ട്യൂബ് ഉണ്ട്. ആ ട്യൂബ് ലൈറ്റ് നമുക്ക് പ്രകാശിപ്പിക്കണം. അത് പ്രകാശിച്ചാൽ മാത്രമേ, എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും എൻ്റെ മുറിയിൽ ഇരുട്ടാണെങ്കിൽ എൻ്റെ കാഴ്ചശക്തി കൊണ്ട് എനിക്ക് ഒന്നും കാണാൻ കഴിയില്ല. മറിച്ച് അവിടെ ട്യൂബ് പ്രകാശിക്കണം. അപ്പോൾ ആ ട്യൂബിനോട് പ്രകാശിക്കാൻ പറഞ്ഞാൽ ആ ട്യൂബ് പ്രകാശിക്കില്ല. പകരം നമ്മളവിടെ ഒരു സ്വിച്ച് ഇടണം. ഈ സ്വിച്ച് ഇടുമ്പോൾ ആ ട്യൂബ് പ്രകാശിക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, സ്വിച്ച് ഇട്ടപ്പോൾ ട്യൂബ് കത്തി. അപ്പോൾ കണ്ണിന് കാഴ്ചശക്തി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന നമ്മൾക്ക് ശരിയായ ഒരു കാഴ്ച കിട്ടിയത് ആ ട്യൂബ് അവിടെ പ്രകാശിച്ചപ്പോഴാണ്. എങ്കിൽ ട്യൂബിന് പ്രകാശിക്കാനുള്ള കഴിവുണ്ടെങ്കിലും അത് പ്രകാശിപ്പിക്കാനുള്ള കഴിവ് ട്യൂബിനില്ല, അത് ആ സ്വിച്ചിനുമില്ല. സ്വിച്ച് ഒരു കാരണം മാത്രമാണ്. എന്താണ്? അതിൻ്റെ അപ്പുറത്ത് മറയിട്ട് നിൽക്കുന്ന വൈദ്യുതി എന്ന് പറയുന്ന ആ തരംഗം ഈ ട്യൂബിലേക്ക് പ്രവേശിച്ചെങ്കിൽ മാത്രമേ ആ ട്യൂബ് പ്രകാശിക്കുകയുള്ളൂ. അപ്പോൾ അപ്പുറത്ത് മറഞ്ഞു നിൽക്കുന്ന ആ തരംഗത്തിനെ ബന്ധിപ്പിക്കുന്ന ഒരു സ്വിച്ച് പോലെയാണ് അള്ളാഹു ചില ആളുകൾക്ക് പ്രകാശിക്കാനായിട്ട് ഒരു ഇടനിലക്കാരനെ അവിടെ നിയോഗിച്ചിട്ടുള്ളത്.
ആ ഇടനിലക്കാരാണ് പ്രവാചകന്മാരെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നാം പറയുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ എത്തി നിൽക്കുന്ന ആ ഒരു പരമ്പര. അപ്പോൾ അവരിലൂടെ ആ വൈദ്യുതി പ്രവഹിക്കുകയും അത് മനുഷ്യരാശിക്ക് മുഴുവനും വെളിച്ചമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പോൾ ആ ട്യൂബ് പ്രകാശിക്കുമ്പോൾ, നമ്മുടെയൊക്കെ വീട്ടിൽ ട്യൂബ് പ്രകാശിക്കുമ്പോൾ ആ ട്യൂബിലേക്ക് ചില വേട്ടാളന്മാർ പറന്ന് വരുന്നത് നമ്മൾ കാണാൻ പറ്റും. വീടിൻ്റെ അകത്ത് ചില വേട്ടാളന്മാർ ഇങ്ങനെ വന്നിട്ട് അവിടെ ഇങ്ങനെ വന്ന് ചിതൽപുറ്റ് പോലെ കൂടുകൂട്ടാൻ തുടങ്ങും. ഈ വയറിനെയൊക്കെ ഷോർട്ടാക്കുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് ചിതൽ പോലെ ഇങ്ങനെ കുമിഞ്ഞുകൂടി അത് കുറേ ദിവസം, അല്ലെങ്കിൽ സ്വിച്ച് ബോക്സ് ആയാലും എന്ത് സാധനമായാലും ഈ ഉപയോഗിക്കാതെ, അവിടെ ശ്രദ്ധിക്കാതെ, പൊടി തുടക്കാതെ ഒക്കെ ഇരിക്കുമ്പോൾ അവിടെ വന്ന് ഈ ചിതൽ പോലെ വന്ന് കൂടി ഇതെല്ലാം വയറിൻ്റെ അകത്തോട്ട് പ്രവേശിച്ച് വയർ ദ്രവിച്ച് ഷോർട്ടായി ആ ട്യൂബ് നശിക്കാൻ കാരണമാകും. അപ്പം അങ്ങനെ നല്ല വിശ്വാസമുള്ള ആളുകളുടെ മേത്തുള്ളൊരു വൈറസാണ്, ഒരു വേട്ടാളനാണ് ഈ ചിന്താഗതികളെയൊക്കെ മാറ്റിമറിപ്പിച്ചിട്ട് ഈ സ്വിച്ചിൻ്റെ അപ്പുറത്തുള്ള വൈദ്യുതിയെ മാത്രം സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ. അവർക്ക് നേരിട്ട് കറണ്ട് മതി. കറണ്ടിൽ നേരിട്ട് പോയി നമ്മൾ പിടിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇതാണ് മൂസാ നബിക്കും അനുഭവിക്കേണ്ടി വന്നത്. മൂസാ നബി അള്ളാഹുവിനെ ഒന്ന് നേരിട്ട് കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. മൂസാ നബി പ്രവാചകനാണ്, അള്ളാഹു തിരഞ്ഞെടുത്തതാണ്. മൂസാ നബി ഒന്ന് നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ മൂസാ നബി ബോധരഹിതനായിപ്പോയി, ബോധം കെട്ട് താഴെ വീണുപോയി എന്നുള്ള ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ തൻ്റെ കണ്ണുകൊണ്ട് പോലും ഒന്ന് കാണാൻ കഴിയാത്തത്രയും പവറാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് സ്വിച്ചിൽ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷേ സ്വിച്ച് ബോക്സ് അയച്ചിട്ട് ആ വയറ് തമ്മിൽ നമ്മളൊന്ന് പിടിച്ച് ചുരുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിലൊന്ന് ചുരുണ്ടു പോകും. അപ്പോൾ എന്തിനും ഏതിനും ഒരു കാരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാരണത്തിലൂടെ ജീവിക്കുന്നവരാണ് ശരീഅത്ത് നിയമങ്ങളും അതുപോലെ തന്നെ സൂഫീസത്തിൻ്റെ മാർഗങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്. കാരണം നമ്മളൊരു സ്കൂളിൽ പോയി 1-ാം ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് പഠിക്കാനല്ലല്ലോ പോണത്. പഠിച്ച് ക്ലാസ്സുകൾ കടന്ന് നമ്മൾ മറ്റൊരു മേഖലയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് മരണം വരെ ചെന്നാൽ കലാശിക്കും. ഇത്രയും യാത്രകൾക്കിടയിൽ നമ്മൾ അനുഭവിച്ച ജീവിതത്തിൻ്റെ വിശ്വാസങ്ങളും കുടുംബപരമായ വിശ്വാസങ്ങളും സുഹൃത്ത് സംബന്ധമായ വിശ്വാസങ്ങളും എല്ലാ വിശ്വാസങ്ങളെയും പലതരത്തിലാക്കിക്കൊണ്ട് എല്ലാം ഇങ്ങനെ പല അറകളിലാക്കി, ഒരു അലമാരിയിലെ പല സെൽഫ് പോലെ അതിൽ വിലപ്പെട്ട സാധനങ്ങൾ നമ്മൾ താക്കോലിട്ട് പൂട്ടി വെക്കുന്നു, വസ്ത്രങ്ങളെല്ലാം ഓരോ ഭാഗത്ത് അടക്കി വെക്കുന്നത് പോലെ വിലപ്പെട്ടതെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ നല്ല ഭദ്രമായി പൂട്ടി വെക്കുകയും ബാക്കിയുള്ളതെല്ലാം ഒന്ന് തുറക്കുമ്പോൾ കാണാൻ പാകത്തിനുള്ള രീതിയിലാക്കി വെക്കുകയും ചെയ്യുന്നത് പോലെയാണ് ഈ വിളിച്ചു പറയേണ്ട കാര്യങ്ങൾ മാത്രമേ വിളിച്ചു പറയാൻ പാടുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ഇവിടെ കറാമത്ത് എന്ന് പറയുന്നത് അവർ സ്വയം സൃഷ്ടിക്കുന്നതല്ല. കാരണം അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കറാമത്തെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പോലും, അദ്ദേഹം പോലും അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരാൾ എത്തപ്പെടുമ്പോൾ അവർ ദൈവത്തിൻ്റെ ഒരു ഹാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലഹരിയിൽ ഇരിക്കുമ്പോൾ, ഇപ്പോൾ മദ്യം തലക്ക് പിടിച്ചവൻ വായിന്ന് തെറി പറയും, ചിലപ്പോൾ തല്ലും. ഇത് വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവനോട് ചോദിക്കുന്നതാണ്, നീ എന്ത് പണിയാടാ കാണിച്ചാന്ന് ചോദിച്ചാൽ അവൻ പറയും, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തോ, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞോ, എനിക്ക് ഓർമ്മ പോലും കിട്ടുന്നില്ല ആ സമയത്ത് ഞാൻ അങ്ങനെ. അപ്പോൾ വെള്ളം തലക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്തത്, എന്താണ് പ്രവർത്തിച്ചതെന്ന് ഈ വെള്ളം ഒടിച്ചോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഈ ദൈവവുമായിട്ട് അങ്ങോട്ട് ലഹരിയിലായിപ്പോയവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഞാൻ എന്ന വാക്ക്, ഞാനത് മാറ്റി, ഞാനത് നീക്കി എന്നൊക്കെ പറയുന്ന ആ ഞാൻ എന്ന് പറയുന്നത് CM മടവൂരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ CM മടവൂർ വിശ്വസിക്കുന്നത് ആ ഞാൻ എൻ്റെ ദൈവം തന്നെയാണെന്നാണ്. അപ്പോൾ മടവൂരെന്ത് ചിന്തിച്ചു എന്ന് മനസ്സിലാക്കാതെ കാണുന്ന ആളുകൾ സ്വയം വിലയിരുത്തിക്കൊണ്ട് മടവൂരിനെ അങ്ങാട് പ്രശസ്തനാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ നമുക്ക് ട്യൂബിൽ നിന്നാണ് പ്രകാശം കിട്ടുന്നത്. നമുക്ക് ട്യൂബിനെയാണ് തുടച്ച് വൃത്തിയാക്കാൻ പറ്റുള്ളൂ, കറണ്ടിനെ തുടച്ച് വൃത്തിയാക്കാൻ പറ്റുമോ? അപ്പോൾ അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിവില്ല.
അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ കാണാൻ നമുക്ക് കഴിവ് തന്നിട്ടുണ്ട്. അവർ പറയുന്നത് കേൾക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം അനുഭവങ്ങളിലൂടെയാണ് നാം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ ഈ സലഫികളും ഇവരും ഒക്കെ പറയുന്നത് പോലെ ഞങ്ങൾ നേരിട്ട് അള്ളാഹിനെ വിളിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് പോയി കരണ്ടി പിടിക്കണ പോലെയാണ്. അപ്പം ശരിയായ ഒരു അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് അവരുടെ കുഴപ്പമല്ല. കാരണം ഖുർആൻ അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കണ്ണും കാതും ഞാൻ മുദ്ര വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് എത്ര താക്കീത് നൽകിയാലും അവർ അനുസരിക്കുകയില്ല. അവരോട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ സൽക്കർമ്മങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നവർ പറയും. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കൂട്ടരാണവർ. അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല എന്ന് അൽ ബഖറ സൂറത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കലല്ല, പ്രാർത്ഥനയ്ക്കൊരു കാരണം വേണം. ഇപ്പോൾ പള്ളി എന്തിനാണ്? പ്രാർത്ഥിക്കാൻ പള്ളി വേണമെന്നെന്താ? അള്ളാഹിനെ നേരിട്ട് വിളിക്കുന്നവർക്ക് അവരവരുടെ സ്ഥലത്ത് നിന്ന് അങ്ങ് വിളിച്ചാൽ പോരെ? ഏത് പറമ്പിൽ നിന്നും വിളിക്കാമല്ലോ. അതിനിപ്പോൾ ബാങ്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് നിസ്കരിക്കാനൊരു പള്ളിയുടെ ആവശ്യമുണ്ടോ? അവിടെ പ്രസംഗിക്കാനൊരു ഇമാമിൻ്റെ ആവശ്യമുണ്ടോ? എല്ലാവർക്കും നേരിട്ട് അള്ളാഹിനെ വിളിക്കാനാണെങ്കിൽ ജുമാ നടക്കുന്ന നിങ്ങളുടെ പള്ളികളിലൊക്കെ ഒരു ഇമാമ് നിന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്തിനാണ് പ്രസംഗിക്കുന്നത്? അറിവില്ലാത്തവന് അറിവ് പകർന്നു കൊടുക്കാൻ ഒരു നേതാവ് ആവശ്യമാണ്. ആ നേതാവിലൂടെയാണ് അറിവ് കിട്ടുന്നത്. അപ്പോൾ എന്തിനും ഏതിനും ഒരാളുടെ, നിങ്ങൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അള്ളാഹ്ക്കാണ് സുജൂദ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇമാമായിട്ട് പ്രഖ്യാപിച്ച ആ വ്യക്തി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെയാണ് അനുസരിക്കുന്നത്, അള്ളാഹിനെയാണോ അനുസരിക്കുന്നത്? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഒരു മുമ്പിൽ നിൽക്കുന്ന ഇമാമ് കൈകെട്ടുമ്പോൾ പുറകിൽ നിൽക്കുന്ന പണക്കാരനും പാവപ്പെട്ടവനും ഒക്കെ ആ ഇമാമിനെയാണ് പിന്തുടരുന്നത്. ആ ഇമാമിലൂടെയാണ് അള്ളാഹുവിലേക്ക് നിങ്ങളുടെ ഇബാദത്തുകൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇങ്ങനൊരു ഇമാമിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ഇമാം എന്തിനാണെന്ന് ആദ്യം തിരിച്ചറിയുക. വെറുതെ എന്തെങ്കിലും താടി വളർത്തി നമ്മളെന്താണെന്ന് വെച്ചാൽ ഖുർആൻ ശരിക്കും ഓതാൻ പഠിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതൊന്നാമത്തെ കാര്യം. നിങ്ങൾ ഈ താടി വല്ലാതെ ഇങ്ങനെ നീട്ടി വളർത്തിയിട്ട് ഇത് ഈ മുസാഹിഫിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ശരിക്കും എല്ലാ ഭാഗവും വായിക്കാൻ പറ്റുന്നില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഞങ്ങളിലേക്ക് മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം സുന്നത്തെ അവർ ആവശ്യത്തിനുള്ള താടിയാണ് വെക്കാറുള്ളൂ. അവരുടെ മുഖത്തൊരു ഈമാനുണ്ട് കണ്ടു കഴിഞ്ഞാൽ. മറ്റവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭീകരവാദികളുടെ ഫീലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശരിക്കും നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പല ആളുകളും വെള്ളക്കുപ്പായവും ധരിച്ചുകൊണ്ട് താടിയും നീട്ടി മീശയും വെട്ടിയിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ പ്രവാചകനെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ അനുകരണത്തെയല്ല ആവശ്യം. നമ്മൾ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെ നമ്മൾ ഭംഗിയാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭംഗി എന്ന് പറയുന്നത് പരിശുദ്ധമായ സ്നേഹമാണ്. ആ പരിശുദ്ധമായ സ്നേഹത്തിലൂടെ ഒരു വജ്രയില്ലാതെ ചതിയില്ലാതെ സത്യസന്ധമായ, എല്ലാവർക്കും അവരവരുടേതായ മാനസിക പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതില്ലാത്ത ആരും ഈ ലോകത്തില്ല. പണക്കാരനും ഉണ്ട്, പാവപ്പെട്ടവനും ഉണ്ട്. പക്ഷെ തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, അല്ല തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കറ പിടിച്ച് കിടക്കുന്ന അഴുക്കുകളെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളയാൻ ശ്രമിക്കലാണ് മരണം വരെയുള്ളൊരു സമയം. നമ്മൾ കടയിൽ ചെന്നൊരു മത്സ്യത്തെ വാങ്ങിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ ആ മത്സ്യത്തെ നമ്മൾ ഇഷ്ടപ്പെട്ടു, മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ അതൊന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കി തരാൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് പിന്നെ വരുന്ന ആ രൂപമല്ല, അത് വെട്ടി നുറുക്കിയ കുറേ കഷ്ണങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കുടലും അതുപോലെയുള്ള സാമഗ്രികളൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞുകൊണ്ട് നമുക്ക് ആ മാംസം, അപ്പോൾ സത്യത്തിലൊരു മീനെ നമ്മൾ ഇഷ്ടപ്പെട്ടത് ആ മാംസത്തിന് വേണ്ടി മാത്രമാണ്. അപ്പം മൊത്തത്തിൽ ഇഷ്ടപ്പെടുകയും എങ്കിൽ മാംസം മാത്രമായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത് പോലെ ആ മാംസം ലഭിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ആ മുള്ളുകൾ വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ഊരിപ്പോകുന്നത് പോലെ നമ്മൾ ദൈവത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുമ്പോൾ, മൊത്തമായി നമ്മൾ സമർപ്പണം നടത്തിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ പയ്യെ പയ്യെ നമ്മളുടെ ഓരോ അവയവങ്ങളുടെ ഉള്ളിൽ നിന്നും ഓരോ അഴുക്കുകളും പുറന്തള്ളപ്പെടുകയാണ്. അതിനൊരു ഇമാം ആവശ്യമാണ്. ആ ഇമാമാണ് നമ്മളെ, കത്തിയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പച്ചക്കറി എടുത്തു കഴിഞ്ഞിട്ട്
നമ്മുടെ കൈ കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും, ഒരു കത്തി. അപ്പോൾ എന്ത് സാധനം ചെയ്യുമ്പോഴും ഒരു വസ്തുവിൻ്റെ സഹായമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മകൻ വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, നേരിട്ട് ഇപ്പോൾ അള്ളാഹിനോട് ചോദിച്ചിട്ട് എനിക്കൊരു മോനെ വേണം, ഇങ്ങോട്ട് താ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാശ് വേണം, ഇങ്ങോട്ട് താ. കാരണം ഈ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഈ സലഫി പറഞ്ഞു അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, വേറെ ഒന്നിനോടും പറയാം. അങ്ങനെ ഞാൻ 2-3 ദിവസം അള്ളാഹിനോട് വിളിച്ച് ചോദിച്ചു നോക്കി, ഇങ്ങനെ കിറ്റൊന്നും കിട്ടുന്നില്ല, റേഷൻ കടയിൽ നിന്ന് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ കിറ്റ് തീർന്നു പോയി എന്നാണ് പറയണത്. കാരണം റേഷൻ കടക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾ കിറ്റ് തീർന്നു എന്ന്, എന്നാൽ അള്ളാഹിനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അള്ളാഹ് അതിനൊരു മറുപടി എനിക്ക് തന്നില്ല, കിറ്റും തന്നില്ല. അപ്പോൾ അവനവൻ്റെ ജീവിതം നന്നാകാൻ അവനവൻ തന്നെ പണിയെടുക്കണം, അല്ലാതെ അള്ളാഹ് ആർക്കും ഒന്നും ചെയ്ത് തന്നിട്ടില്ല. തന്നേക്കണത് ഒന്നേ ഉള്ളൂ, ഈ ഭൂലോകത്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടെത്തണം, നമ്മൾ കണ്ടെത്തി അതിനെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാൻ പഠിക്കണം. അതിന് കാരണക്കാരെ വെച്ചിട്ടുണ്ട്. ആ കാരണക്കാർ നമ്മളിലേക്ക് എത്തപ്പെടുമ്പോൾ അവരിലൂടെയാണ് നമ്മുടെ യാത്ര. ആ യാത്രയാണ് വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് മഹാന്മാര എന്ന് വിശേഷിപ്പിക്കുന്ന ഇത്തരം സൂഫി ആചാര്യന്മാരുടെ മക്ബറകളെല്ലാം വിശേഷപ്പെട്ടതായതും അത് പല ആൾക്കാരും അവരവരുടേതായ കാഴ്ചപ്പാടിലൂടെ അലങ്കരിക്കുന്നുണ്ട്. അവിടെ അവരുടേതായ ചില സ്നേഹം മുഹബത്ത് കൊണ്ടിട്ട് ചില ആൾക്കാരൊക്കെ സ്നേഹം കൂടിയിട്ട് കവളത്തൊക്കെ പിടിച്ച് കടിക്കുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഈ കുട്ടികളെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉമ്മം വെക്കാതെ കൂടാതെ കടിച്ച് കരയിപ്പിക്കാനൊക്കെ നോക്കും. അങ്ങനത്തെ ചില ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം എന്നതുപോലെ ഈ മുഹബത്ത് കൂടിപ്പോയ ആൾക്കാർക്ക് ഈ കബറിടം കാണുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പിടുത്തമില്ലാതെ അവരുടെ സ്നേഹത്തിൻ്റെ ഇതുകൊണ്ട് അവർ മുല്ലപ്പൂ കൊണ്ടും അതുപോലെ പട്ടുകൊണ്ടും അതുപോലെ തന്നെ പലതും കൊണ്ടും അവരതിനെ അലങ്കരിക്കും. അത് അവരുടെ മുഹബത്തിൻ്റെ ഭാഗമാണ്, അതൊരു ആരാധനയല്ല. അതാദ്യം നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെയൊക്കെ ഓരോ കുടുംബങ്ങളിലേക്കും നമ്മുടെ ഉമ്മാക്ക് നമ്മൾ നല്ലൊരു വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ പിതാവിന് നല്ലൊരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നു, നമ്മൾ വെച്ചിരിക്കുന്ന വീട് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കളർഫുള്ളാക്കുന്നു, അല്ലേ? നമ്മളിരിക്കുന്ന ചെയറിനെ ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു ചെയറാക്കി മാറ്റി നമ്മൾ അതിലിരിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് നല്ല വസ്ത്രങ്ങൾ, ഏറ്റവും അലങ്കാരികമായ വസ്ത്രങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ സ്നേഹമുള്ളത് കൊണ്ടിട്ടല്ലേ. സ്നേഹമില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമോ? മകനോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവനെ അലങ്കരിച്ച് നിർത്തോ? ഇല്ല. അപ്പോൾ സ്നേഹമുള്ള ഒരാളെ അലങ്കരിക്കാൻ പണം മുടക്കുന്നതിന് മടി കാണിക്കാത്തതുപോലെയാണ് ഈ കാണുന്ന അള്ളാഹുവിനെ സ്നേഹിച്ച ആളുകളോടുള്ള മുഹബത്ത് കൊണ്ട് ചില ആളുകൾ അവരങ്ങോട്ട് അലങ്കരിക്കും. അത് അവരുടെ മുഹബത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയണം. പിന്നെ കറാമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. ഇൻഷാ അള്ളാ അതിനെക്കുറിച്ചിട്ട് നാളെ ഞാൻ സംസാരിക്കാം. നമ്മൾ ചിന്തിക്കുക. ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടിട്ട് ആരെയും പരിഹസിക്കാൻ പറഞ്ഞതല്ല. എല്ലാവരും ചിന്തിക്കണം, നല്ലപോലെ ചിന്തിക്കണം. ചിന്തിച്ചാൽ മാത്രമേ ഉത്തരം കിട്ടുകയുള്ളൂ. ഖുർആൻ പോലും പറഞ്ഞത് അത് തന്നെയാണ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ ചിന്തിക്കാൻ കഴിവില്ലാതെ ഏതെങ്കിലും വാക്കുകളെടുത്ത് അതിൻ്റെ അർത്ഥം വെച്ചുകൊണ്ട് നമ്മൾ വെറുതെ ആ അർത്ഥത്തിൻ്റെ പുറകെ പോകരുത്. കാരണം എല്ലാ വാക്കുകൾക്കും ഒരർത്ഥവും ഒരു പര്യായവും ഒരു വിപരീതവും ഒക്കെ ഉള്ളതാണ്. എല്ലാം കൂടി മനസ്സിലാക്കുമ്പോഴാണ് അർത്ഥമാകുന്നത് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു. സ്നേഹപൂർവ്വം ഷാജി യൂസഫ്.